സ്പിറ്റി വാലി യാത്രയുടെ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേരളം നേരെ ഷിംല വരെ യാത്ര ചെയ്യുന്നതിൻ്റെ എപ്പിസോഡായിരുന്നു. ഇന്നത്തെ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷിംലയിൽ നേരെ നാക്കോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ യാത്രയുടെ പ്ലാനാണ്. ഷിംലയിൽ ബൈക്കെല്ലാം റെൻ്റ് എടുത്തതിന് ശേഷം നേരെ നാർഗണ്ട് വഴി നേരെ കർച്ചാമിലേക്ക് പോവുക. കർച്ചാമിൽ ഡാമെല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം നേരെ അവിടെ നിന്ന് ഈ ഒരു യാത്ര രണ്ട് രീതി നമ്മൾ പ്ലാൻ ചെയ്യാനുണ്ട്. ഒന്ന് സാംഗ്ല വഴി നേരെ ചിത്കുളിലേക്കും ഒന്ന് റക്കോംബിയ ഭാഗത്തേക്കും. ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് നേരെ കർച്ചാം നേരെ സാംഗ്ലയിലേക്ക് പോവുക. സാംഗ്ലയെല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ റക്സാമിലേക്ക് പോവുക. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും ചിത്കുളിലേക്ക് പോവുക. അങ്ങനെ ചിത്കുളിലെ ഒരു മനോഹരമായ വില്ലേജെല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നീക്കി ഒരു കർച്ചാമിലേക്ക് വരിക. കർച്ചാം ഈ യാത്ര നേരെ റക്കോംബിയിലേക്ക് പോവുക. റക്കോംബി എത്തിയതിനു ശേഷം നീക്കി കൽപ്പ വില്ലേജിലേക്ക് പോവുക. അങ്ങനെ കൽപ്പ വില്ലേജെല്ലാം വിസിറ്റ് ചെയ്ത് അവിടുത്തെ ലോക്കൽ സൈസിങ് എല്ലാം കണ്ട് നേരെ റോഗി വില്ലേജിൽ പോവുക. അവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ട് വീണ്ടും നീക്കി റൊക്കോംബിയിലേക്ക് വരാവുന്നതാണ്. റൊക്കോംബിയിൽ നിന്ന് ഏകദേശം 101 കിലോമീറ്റർ സഞ്ചരിച്ച് നിങ്ങൾക്ക് നാക്കോ വില്ലേജ് എത്താൻ പറ്റും. അന്നത്തെ ദിവസം നിങ്ങൾ നാക്കോയിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുക. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ നാക്കോയിലെ സൈസിങ്ങുകളെല്ലാം കണ്ടു തീർക്കാൻ ശ്രമിക്കുക. സ്പിറ്റി വാലി യാത്ര ഫുൾ ട്രാവൽ ഇൻഫർമേഷൻ ഐറ്റിനറി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ കമന്റിൽ സ്പിറ്റി വാലി എന്ന് കമന്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഐറ്റിനറി നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരുന്നതായിരിക്കും. നാക്കോയിൽ നിന്ന് കാസാബാദിലേക്ക് വരുന്നതിന്റെ സ്പിറ്റി വാലി യാത്രയുടെ മൂന്നാമത്തെ ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോ എന്തെങ്കിലും അടുത്തൊരു എപ്പിസോഡ് കിട്ടണം. ഓക്കെ, ബൈ ബൈ.